അപ്പോൾ ഇന്നൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ 2 ദിവസമായിട്ട് മൂക്കിലിരിക്കുന്ന കപ്പ കണ്ണുപെട്ടത്. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് വേഗം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 വിസിൽ വരുന്നതിന് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരവും അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഉള്ളിയും ജീരകവും കൂടി ആദ്യം ചതച്ചെടുത്തു, പിന്നെ നാളികേരം അതിലൊന്ന് ഒതുക്കിയെടുക്കുക ചെയ്തത്. അങ്ങനെ വെന്ത കപ്പ നന്നായിട്ടൊന്ന് കയ്യിലുകൊണ്ട് ഉടച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 4 പച്ചമുളകും കൂടി ചതയ്ക്കേണ്ടതായിരുന്നു, അതുകൊണ്ട് വിട്ട് പോയിട്ടോ. പിന്നെ കപ്പയല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ താളിച്ചു കേട്ടോ. താളിക്കാനായിട്ട് കടുക് താളിക്കുന്ന സമയത്ത് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളക് ഇട്ടു. അതിന് ശേഷം എന്നാൽ ഒരു ചമ്മന്തി അയക്കാമെന്ന് കരുതി കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് നല്ലതുപോലെ പച്ചമുളകും അതുപോലെ ചെറിയുള്ളി ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടൻ ചായയുടെ കൂടെ, ചൂടുള്ളൊരു കട്ടൻ ചായയുടെ കൂടെ ചമ്മന്തിയും ഈ കപ്പയും കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.